തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയപറമ്പ് ഗ്രാമപഞ്ചായത്തിലെ കനത്ത തോൽവിക്ക് പിറകെ മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ അഭിപ്രായ ഭിന്നത രൂക്ഷമാകുന്നു. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം മുസ്ലിം ലീഗിലെ 8ഓളം പേർക്കെതിരെ പാർട്ടി അച്ചടക്ക നടപടി സ്വീകരിച്ചിരുന്നു. മുസ്ലിം ലീഗ് ഔദ്യോഗിക സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി പ്രവർത്തിക്കാത്തതിന്റെ പേരിലായിരുന്നു അച്ചടക്ക നടപടി. ലീഗ് നേതാക്കളായ KMC ഇബ്രാഹിം, MT അബ്ദുൽ ജബ്ബാർ, ഷെരീഫ് മാടപ്പുറം, ഖാദർ മൗലവി റാഷിദ്, M ഷഫീഖ്, മുജീബ് പാണ്ഡ്യാല, അബ്ദുൾ റഹ്മാൻ എന്നിവരെയാണ് മുസ്ലിം ലീഗ് ഭാരവാഹിത്വത്തിൽ നിന്ന് നീക്കം ചെയ്തത്. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ളവർക്കെതിരെ സ്വീകരിച്ച അച്ചടക്ക നടപടി അംഗീകരിക്കാൻ കഴിയില്ലെന്നും പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ കാരണം വ്യക്തമാക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകണമെന്നും പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടവർ പറഞ്ഞു. പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നെറികെട്ട പ്രവർത്തികളാണ് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചത്. ഇവരുടെ കഴിവുകേടിന്റെ ഫലമായാണ് 10ാം വാർഡിൽ വിമത സ്ഥാനാർത്ഥി വരാനും വിജയിക്കാനും കാരണമായതെന്നും ഇവർ ആരോപിക്കുന്നു. ഈ 10ാം വാർഡിൽ പരാജയപ്പെട്ട സ്ഥാനാർത്ഥിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടന്നത്. അതിൽ 10ാം വാർഡിൽ യോഗം ചേരുകയും അവിടുന്ന് ലെറ്റർ പേരിൽ ഇന്നാളെ പുറത്താകുക എന്ന് പഞ്ചായത്ത് കമ്മിറ്റി എഴുതി കൊടുക്കുകയും അത് പ്രകാരമാണ് ഇവിടെ പുറത്താക്കി കഴിഞ്ഞത്. പക്ഷെ എന്നിരുന്നിട്ട് പോലും പഞ്ചായത്ത് കമ്മിറ്റിയോ മറ്റ് വാർഡ് കമ്മിറ്റിയോ ഒരു മീറ്റിംഗ് ചേരുകയോ അല്ലെങ്കിൽ അവിടെ ഈ പുറത്താക്കപ്പെട്ട ആളുകളുടെ വിശദീകരണം തേടാനും പറ്റില്ല. എന്തുകൊണ്ടാണ് KMC ഇബ്രാഹിം സാഹിബിനെ പോലും ജബ്ബാർ സാഹിബിനെ പോലും MT ഷഫീഖിന് സാഹിബിനെ പോലത്തെ ആൾക്കാരെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പുറത്താക്കിയത് പോലും ഇന്നും വോട്ടർമാർക്കോ അല്ലെങ്കിൽ അണികൾക്കോ അറിയാൻ പറ്റില്ല. ഇപ്പോഴും പാർട്ടി വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ വളരെയേറെ രൂക്ഷമായ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പല ഭാഗത്തും വിള്ളലുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമുക്ക് മനസ്സിലാകുന്ന പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നെറികെട്ട ഈ പ്രവർത്തനമാണ് ഇത്തരത്തിലുള്ള പാർട്ടിയുടെ നിലപാടിനെതിരെ ജനങ്ങൾ കൊടുത്ത ഒരു മറുപടിയാണ് 10ാം വാർഡിലെ സ്വന്തം സ്ഥാനാർത്ഥിയെ വിളിച്ചത്. 1-2 വ്യക്തികളാണ് വലിയപറമ്പിലെ ലീഗിനെ ഇപ്പോൾ നിയന്ത്രിക്കുന്നത്. ഇവരുടെ ഇംഗിതത്തിന് വഴങ്ങി വരുന്നതിന് ഭാഗമായാണ് പാർട്ടിക്കകത്ത് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നതെന്നും ഇവർ പറഞ്ഞു. മുസ്ലിം ലീഗ് കമ്മിറ്റി 1-2 കോക്കസിന്റെ കയ്യിൽ പെട്ടിട്ടാണ് മുസ്ലിം ലീഗിന്റെ വലിയപറമ്പ് പഞ്ചായത്തിലെ പ്രസക്തി തന്നെ നഷ്ടപ്പെടുത്തുന്ന രൂപത്തിലുള്ള പ്രവർത്തനമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഒരാളുടെ ഇംഗിതത്തിന് വഴങ്ങി പഞ്ചായത്ത് മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് സെക്രട്ടറിയും കുറച്ച് കാലങ്ങളായിട്ട് ഇവിടെ പ്രവർത്തിക്കുകയാണ്. ആ പ്രവർത്തനവുമായിട്ടാണ് മുമ്പോട്ട് പോകുന്നത്. അതിന് എതിരെ ആ രൂപത്തിലുള്ള ഒരു പ്രവർത്തനം പഞ്ചായത്ത് മുസ്ലിം ലീഗ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പാടില്ല, അതിന് പറ്റില്ല എന്നുള്ള ഒരു മെസ്സേജാണ് ഞങ്ങൾ നൽകിയത്. അണികളില്ലാതെ നേതാവിനെ 10ാം വാർഡിൽ മത്സരിപ്പിക്കാനുള്ള നേതൃത്വത്തിന്റെ നടപടിയാണ് വാർഡ് തോൽവിയിലേക്ക് നയിച്ചതെന്നും ഇവർ കൂട്ടിച്ചേർത്തു. മറ്റേത് സ്ഥാനാർത്ഥി ഇവിടെ മത്സരിച്ചാലും വിജയിക്കാവുന്ന വാർഡാണ് ലീഗ് നേതൃത്വം ഇതിലൂടെ നഷ്ടപ്പെടുത്തിയെന്നും ഇവർ ആരോപിച്ചു. ഇത് ആദ്യം മുതലൊക്കെ ഞങ്ങൾ പറയുന്നുണ്ട്, ഈ ഒരു സ്ഥാനാർത്ഥി ഒഴികെ ആര് നിർത്തിയാലും വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കേണ്ട ഒരു വാർഡാണ്. അണികളില്ലാത്ത ഒരു നേതാവിനെ നിർത്തിയതിൻ്റെ പേരിലുണ്ടായിട്ടുള്ള വിഷയങ്ങളാണ് ഈ ഇപ്പോൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നത്. അതിൻ്റെ പേരിൽ ആ ഒരു വ്യക്തി പറയുന്നത് കേട്ടുകൊണ്ട് ഇത്രയും ആളുകളെ പുറത്താക്കുന്ന രീതിയിലേക്ക് ഉള്ള കാര്യങ്ങൾ തീർച്ചയായും വലിയൊരു വില തന്നെ പഞ്ചായത്ത് മുസ്ലിം ലീഗിന് കൊടുക്കേണ്ടി വരും എന്നതിൽ യാതൊരു തർക്കവുമില്ല. വർഷങ്ങളായി വലിയപറമ്പിലെ ലീഗ് കേന്ദ്രങ്ങളിൽ നിലനിന്നിരുന്ന അസ്വാരസ്യങ്ങളും പടലപ്പിണക്കങ്ങളും പരിഹരിക്കാത്ത നേതൃത്വത്തിന്റെ പിടിപ്പുകേടാണ് തെരഞ്ഞെടുപ്പിൽ പ്രകടമായ ചേരിതിരിവിലേക്ക് നയിച്ചതെന്നാണ് അണികൾ നൽകുന്ന പ്രതികരണം.